ഇന്ന് എൻ്റെ ഫ്രണ്ട് ടോണിയുടെ ഗ്രാജുവേഷൻ സെറമണിയാണ്. സോ നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. സോ നമ്മളിവിടെ യൂണിവേഴ്സിറ്റിയിലെത്തി. കഴിഞ്ഞ വർഷമായിരുന്നു എൻ്റെയും ഗ്രാജുവേഷൻ സെറമണി. സോ ഈ വർഷമാണ് അവൻ്റെ ഗ്രാജുവേഷൻ സെറമണി. അവൻ നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. സോ അവൻ്റെ 3 വർഷത്തെ കോഴ്സായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അകത്തൊക്കെ കയറി ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കളായിരുന്നു. ഇവിടെ കുറേ സ്റ്റോൾസും എല്ലാം ഇൻസ്റ്റോൾഡ് ആണ്. കാരണം ഗ്രാജുവേഷൻ സെറമണി ആയതുകൊണ്ട് അത് ഇപ്പം തന്നെ കാണുന്ന നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് കുറേ ആൾക്കാരുകളെല്ലാം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ടൈം അലോട്ട്മെൻറ്റ് വെച്ചാണ് ഇവിടുത്തെ ഗ്രാജുവേഷൻ സെറമണി. ഒരേ 2 മണിക്കൂർ വെച്ച്. സോ ഇവൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 2 മണിയായത്. സോ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇപ്പം നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഒരു വലിയ TV ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും അകത്ത് കയറാനുള്ള ആക്സസ് ഇല്ല. സോ അവൻ്റെ അച്ഛനും അമ്മയാണ് വിളിച്ചു വന്നിരുന്നത്. സോ അതിൻ്റെ ഇതായതുകൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ അവരെല്ലാവരും ഇറങ്ങി. സോ വന്നിരിക്കുന്നു നമ്മുടെ ടോണി സാർ. ഇവനാണ് ടോണി. പിന്നെ നല്ല ചൂടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് കോസ്റ്റ കോഫിയിൽ വന്നു. ഇവിടെ വന്നിട്ട് ഒരു ഹേസൽനട്ട് കാരമൽ ഫ്രാപ്പെ അങ്ങ് കുടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അവൻ്റെ ബാക്കി പരിപാടികൾ. നമ്മളൊരു ഹോള് ബുക്ക് ചെയ്തു. ഇതൊരു IQ കാസ്റ്റിങ്സ് എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനാണ്. ഇവിടെ നമ്മുടെ വേറൊരു ഫ്രണ്ടുണ്ട്. അവൻ്റെ വക നമുക്കിവിടെ ഇത് ഫ്രീ ആയിട്ടാണ് ഇന്ന് നമുക്ക് ഈ ഹോള് ബുക്ക് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഓരോ കലാപരിപാടികളും ഉണ്ട്. എല്ലാ സാധനങ്ങളും, ഫുഡും, കുടിക്കാനുള്ള ജ്യൂസും ഡ്രിങ്ക്സും, പിന്നെ കള്ളു കുടിക്കുന്നവർ കള്ളും കുടിക്കും. പിന്നെ അവനും അച്ഛനും അമ്മയായിട്ട് ജസ്റ്റ് ഒന്ന് കേക്ക് കട്ടിങ് ഒക്കെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതൊരു നല്ല ഇവൻ്റ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ ടേബിൾ ടെന്നീസൊക്കെ ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാ ടൈപ്പും ഗെയിംസ് നമുക്ക് കളിക്കാം. അത് കഴിഞ്ഞ് ഫുഡിലോട്ട് കടന്നു. ബിരിയാണി ആയിരുന്നു. അതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങി. സോ ഫോളോ ഫോർ മോർ.